ഞാനിപ്പോൾ വൈനിടാൻ പോകുന്ന 2.5 കിലോ മുന്തിരി, 1.25 കിലോ പഞ്ചസാര, അതിനുള്ള കറാമ്പ്, പട്ട, ഏലക്കായി, സൂചി ഗോതമ്പ്, ഈസ്റ്റ്, ഇതും എല്ലാം കൂടി ഞാൻ കുറേശ്ശെ പാകം ചെയ്ത് വെക്കാൻ പോകുന്നു. പഞ്ചസാര, ഇതിലുള്ള മുന്തിരി ഇതിലേക്ക് തട്ടിയിടുന്നു. അതിനുശേഷം കുറച്ച് പഞ്ചസാര അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സൂചി ഗോതമ്പ്, കുറച്ച് പട്ട, കുറച്ച് കറാമ്പ്, 2 ഏലക്കായി, കുറച്ച് ഈസ്റ്റ്, വീണ്ടും മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടി പഞ്ചസാര, ഇതിലെ പഞ്ചസാര കുറച്ചും കൂടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പഞ്ചസാര വേണ്ട, സൂചി ഗോതമ്പ്, കറാമ്പ്, പട്ട, ഏലക്കായി. പിന്നെ അതിന് ശേഷം ഇതിലുള്ള മുന്തിരി പിന്നെയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട ശേഷം ബാക്കിയുള്ള പഞ്ചസാര ഇതിൻ്റെ മേലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇതിന് ഇട്ട സാധനങ്ങൾ പറയാൻ പോകുന്നത് 2.5 കിലോ മുന്തിരി, 1.25 കിലോ പഞ്ചസാര, ഈസ്റ്റ്, കറാമ്പ്, പട്ട, ഏലക്കായി, ഇത് മൂന്നും ഞാൻ ഇതിലിട്ട് വെച്ചിരിക്കുന്നത്. ഇത് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിന് നന്നായി ഇളക്കി, അത് രാത്രിയാണ് ഇത് ചെയ്യുക. അത് ഈച്ച വന്ന് നിൽക്കുന്നതിന് ചെയ്യുന്നതാണ്. ഈച്ച വന്ന് നിന്നാൽ അത് സാധനങ്ങൾ ഇവിടെ കൈപ്പോകും, കേടുവരും. അമ്മ പറയാൻ വിട്ടുപോയ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ചേരുവകൾ എല്ലാം ചേർത്തതിന് ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുന്തിരി നന്നായി ഇളക്കി യോജിപ്പിക്കണം. അത് ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കണമെന്നാണ് പറയാറ്. അങ്ങനെ 21 ദിവസം കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്നും അരിച്ചെടുക്കാവുന്നതാണ്. ഈ ക്രിസ്മസ് കാലം നമുക്ക് വീട്ടിലുണ്ടാക്കിയ ശുദ്ധമായ വൈന് ഉപയോഗിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നീ പറഞ്ഞോ അമ്മ ഇട്ട സാധനമാണ് ഒന്നുകൂടി അതിന്റെ